ഹറാപ്പുകളാണ്. മറിച്ച് പ്രവാചകന്റെ ചര്യ സ്വീകരിക്കുന്നവനാ സുന്നി. അല്ലാതെ ഇടുക്കാനും പുതക്കാനും നനക്കാനും വിരിക്കാനും മുഴുവൻ ഹറാമിന്റെ ശിർക്കിന്റെ അന്ധവിശ്വാസത്തിന്റെ പണങ്ങൾ എന്നിട്ട് സുന്നി എന്ന് അവകാശപ്പെട്ടൊരു കാര്യമുണ്ടോ? അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന നിഷ്പക്ഷമതികളായ എന്റെ സമസ്തയിലെ സുഹൃത്തുക്കളെ, പാരമ്പര്യവാദം പറഞ്ഞുകൊണ്ട് ഈ കള്ളക്കഥകളിൽ വിശ്വസിച്ച് പണം കൊടുത്ത് ആ സദസ്സുകളിൽ വന്ന് ആമീൻ ചൊല്ലുന്ന ആ പ്രിയപ്പെട്ട എന്റെ ശ്രോതാക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ ഖുർആൻ അതാ വളരെ കൃത്യമായി പറയുന്നു, തീനോട് അല്ലാ പറഞ്ഞു, ഇബ്രാഹിമിന് തണുപ്പും സമാധാനവും ഉണ്ടാക്കുക. അങ്ങനെയാണ് അല്ല പറഞ്ഞത്. എന്നാ ഷെയ്ഖ് ജീലാനിയെ പറ്റി പറയുന്ന ഇതാണ്. ഏത് വിശ്വസിക്കണം? കഴിഞ്ഞോ ഇല്ല? വീണ്ടും പറയുന്നു, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഇബ്രാഹിം നബി അറക്കാൻ കൊണ്ടേപ്പോ ഞാനുണ്ടായിരുന്നു. അവിടെ ആര്? മൊയ്തീൻ ശേഖ് ഉണ്ടായിരുന്നു. എന്റെ ഫത്വ കൊണ്ടാണ് അല്ല ആടിനിറക്കി കൊടുത്തത്. ഇബ്രാഹിം നബി കത്തി കഴുത്തിൽ വെക്കാൻ നിന്നപ്പോ അല്ലാഹു തആല ആകെപ്പാട് അന്താളിച്ചു പോയി എന്നാണ് ഇപ്പൊ പല വാദപ്രകാരം. എന്താ കാരണം? സ്വപ്നത്തിലൂടെ സംഗതി പഠിപ്പിച്ചു. അത് സാക്ഷാത്കരിക്കാൻ ഇബ്രാഹിം നബി തയ്യാറായപ്പോ എന്താപ്പം ഞാൻ ചെയ്യേണ്ടി? അപ്പൊ മൊയ്തീൻ ശേഖ് പറഞ്ഞു, ഒരു ആടിനാട് കൊടുത്താളാ പ്രശ്നം പരിഹരിക്കും. ഇതാണോ വിശ്വസിക്കേണ്ടത്? അതല്ല അല്ലാഹു തആല പറഞ്ഞതാണോ വിശ്വസിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞോ യൂസുഫ് നബിയെ കാണാതെ യാക്കൂബ് നബിയുടെ കണ്ണ് കലങ്ങിപ്പോയി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നാൽ ആ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയത് എന്റെ തുപ്പുനീര് കണ്ണിൽ പുരട്ടി കൊടുത്തത് കൊണ്ടാണ്. ആരുടെ? മൊയ്തീൻ ശേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ. അല്ല പറഞ്ഞതോ വസ്ത്രമുഖത്തേക്ക് എറിയാൻ പറഞ്ഞു. ഖുർആൻ പരിശീലനത്തിന് കൃത്യമായി പറഞ്ഞ ചരിത്രം അല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഖുർആൻ പറഞ്ഞതാണോ വിശ്വസിക്കേണ്ടത്? അല്ല ഈ അഹ്ലു സുന്നയുടെ പേരിൽ ഇവർ പ്രചരിപ്പിക്കുന്ന അഹ്ലുൽ ബിദ്അത്തി വൽ ഖുറാഫാത്തി വൽ ദലാലത്തിന്റെ ഭണ്ഡാരമാണോ? ഇതാണോ യഥാർത്ഥത്തിൽ ഔലിയ എന്നല്ല പറഞ്ഞത്? ഇതാണോ പടച്ചവൻ പറഞ്ഞ കറാമത്ത്? ഇസ്ലാമിന്റെ ശരീഅത്ത് പാലിക്കുന്നവരല്ലേ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര്? ഇങ്ങനെ ഒരിക്കലും ഉണ്ടാകുമോ? ഇല്ല. കഴിഞ്ഞോ ഇല്ല? അനകുന്തു മൂസ മുനാജാതു റബ്ബിഹി വമൂസ അസാഉ മിന്നസ്തമദ്ദതി. തൂരി സീനാ പർവ്വതത്തിൽ മൂസ നബിയുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാജാത്ത് നടത്തി. ആ സമയത്ത് മൂസാന്റെ കൂടെ ഞാനുണ്ടായിരുന്നു. മൂസ നബിക്ക് കിട്ടിയ മുഅ്ജിസത്താകുന്ന വടി എന്റെ വടിയിൽ നിന്ന് മുറിച്ചു കൊടുത്തതാണ്. മൂസാ നബിന്റെ അടുത്ത് ഇങ്ങോട്ട് വടി ഇട്ടില്ല, എന്റെ വടി വന്ന് അങ്ങോട്ട് മുറിച്ചു കൊടുത്തതാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം വലിയ കള്ളക്കഥയാണ്. അപ്പൊ എങ്ങനെ ഇപ്പൊ മൊയ്തീൻ ശേഖ് ഇല്ലാത്തൊരു കാലത്ത് ഇടപഴകാൻ നിങ്ങൾ ചിന്തിക്കണ്ട. ഷേഖ് ജീലാനിയുടെ കറാമത്തുകൾ പറയുന്ന മറ്റൊരു മൗലിക കഥയിൽ കാണാം. ഷേഖ് ജീലാനിയുടെ വാപ്പ അബൂ സ്വാലിഹ്, ആ അബൂ സ്വാലിഹ് ഗർഭം, പിന്നെ അബൂ സ്വാലിഹ് ഭാര്യക്ക് ഗർഭമുണ്ടായപ്പോ അഥവാ മൊയ്തീൻ ശേഖിന് വയറ്റിലുണ്ടായ സമയത്ത് മൊയ്തീൻ ശേഖിന്റെ അമ്മ പറഞ്ഞു, എനിക്ക് ബത്തക്ക തിന്നാൻ പൂതിണ്ട്. അപ്പൊ ബത്തക്കയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇല്ല, സീസണും അല്ല, എവിടോ പോയിട്ട് കൊണ്ടുവരണം. അദ്ദേഹം വളരെ പാടുപെട്ട് എവിടോ ദൂരത്ത് പോയി 2 ബത്തക്കയുമായി വന്ന്. അങ്ങനെ 2 ബത്തക്കൊക്കെ എടുത്ത് വന്നപ്പോ വഴിയിൽ വെച്ച് ഒരു മിസ്കീനൊക്കെ ഉണ്ട്, ഒരു ഫക്കീർ. ആ ഫക്കീർ പറഞ്ഞു, എനിക്ക് വിശക്കുണ്ട്, ഒരു ബത്തക്ക എനിക്ക് തരുമോ? ഞാൻ തരൂല, അതിന്റെ ഭാര്യക്കുള്ളതാണ്, വളരെ പ്രയാസപ്പെട്ട് കൊണ്ടുവരികയാണ്, പോകുന്നത്. അല്ല 2 ഒന്നൊന്നൂടെ വെച്ച് തരൂല. അങ്ങനെ ഇയാള് ബത്തക്കയുമായി പോകുമ്പോ അബൂ സ്വാലിഹിന്റെ നേർക്ക് ഒരു സിംഹം ചീറി വന്നു. ഉടനെ തന്നെ ഈ ഫക്കീർ ഒരു ചെറിയ കല്ലെടുത്ത് സിംഹത്തെറിഞ്ഞു. സിംഹം ചത്തുമലച്ചു. ഇതിൽ ഉട്ടാപ്പി കഥല്ലേ? ബാലമംഗളത്തിലൊക്കെ പറയുന്ന രൂപത്തിലുള്ള കഥയാണ്. ചോദിക്കാൻ പാടില്ല, ചിന്തിക്കാനും പാടില്ല. അങ്ങനെ മരിച്ചു. അങ്ങനെ ഈ ഫക്കീർ രക്ഷപ്പെടുത്തി ആ അബൂ സ്വാലിഹ് പോയി. അങ്ങനെ മൊയ്തീൻ ശേഖിന്റെ അമ്മ ഗർഭമൊക്കെ ധരിച്ച് അങ്ങനെ പ്രസവിച്ച് ഒരു ദിവസം ഇങ്ങനെ അബൂ സ്വാലിഹ് മൊയ്തീൻ ശേഖിനെ ഇങ്ങനെ മടിയിലിരുത്തി കൊഞ്ചിപ്പിക്കുന്ന സമയത്ത് പെട്ടെന്ന് താടിക്കൊരു പിടുത്തം, ഭയങ്കര പിടുത്തം, സാധാരണ പിടുത്തല്ല, നെടുപ്പുള്ള പിടുത്തം. എന്താപ്പത്? അവ കുട്ടി സംസാരിച്ചു. വല്ലാതെ തന്നെ കൊഞ്ചിക്കൊന്നും വേണ്ട, അന്ന് ഞാൻ ബത്തക്ക ചോദിച്ചിട്ട് തന്നോ? അന്ന് ഞാൻ വഴിയിൽ വെച്ച് ബത്തക്ക ചോദിച്ചിട്ട് തന്നോ? അപ്പൊ എങ്ങനെയപ്പത് കഴിയാ? അപ്പൊ ഉമ്മാന്റെ വയറ്റിന്ന് വാപ്പാനെ പരീക്ഷിക്കാൻ ഫക്കീറായി പോയി, പിന്നെ തിരിച്ച് പള്ളനുള്ളിൽ തന്നെ കയറി. ചിന്തിക്കരുത്, ഇതൊക്കെ പരിണാമ സിദ്ധാന്തം പോലെ. എങ്ങനെ യോജിപ്പിക്കുന്ന അവരോടന്നെ ചോദിക്കണം. അത്രമാത്രം കള്ളക്കഥകൾ. സഹോദരങ്ങളെ, വളരെ പരിമിതമായ സമയം
വിശദീകരിക്കാൻ വയ്യ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വരെ ശൈഖ് ഉണ്ടായിരുന്നു എന്ന് അവർ പറയുന്നത്. أنا كنت في الغياب نوري محمدي وفي قاب قوسين اجتماع الأحبة. അല്ലാഹുമായി റസൂലുള്ള സംഗമിച്ച കാബ ഖൗസൈനിൽ ഞാനുണ്ടായിരുന്നു. മുഹമ്മദിന്റെ പ്രകാശത്തിന്റെ കൂടെ ഞാനുണ്ടായിരുന്നു. ആര്? ശൈഖ് ജീലാനി ഉണ്ടായിരുന്നു. എന്നിട്ട് മുഹിദ്ദീൻ മാലയിൽ പറയുന്ന ഒരു കഥ എന്താ അറിയുങ്ങള്? മുഹിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിന്റെ റസൂലിനെ അള്ളാന്റെ ലോകത്ത് വെച്ച് സഹായിച്ചു. എല്ലായിടത്തും അമ്പിയാക്കളെ സഹായിച്ച മുഹിദ്ദീൻ ശൈഖ് റസൂലുള്ളാഹിനെ വരെ സഹായിച്ചു. അതെന്താ? ജിബ്രീൽ ഇങ്ങനെ ഓരോ ഭാഗമൊക്കെ കൊണ്ടുപോയിട്ട് മിഹ്റാജ് യാത്രയിൽ ഒരു പ്രകാശത്തിന്റെ കോണിയിൽ കയറി പോകാൻ പറഞ്ഞു. ഇനി എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പെർമിഷൻ നിങ്ങൾ കയറിപ്പോയിക്കോളി അള്ളാഹുമായി വർത്തമാനത്തിന്. അങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശ കോണിയിൽ കയറുമ്പോ കാല് സ്ലിപ്പായിട്ട് താഴെ പോകാൻ പോയി. അപ്പൊ ഒരു ഷോൾഡർ താങ്ങി കൊടുത്ത് അടിയിലേക്ക് നോക്കുമ്പോ പേരക്കുട്ടി മുഹിദ്ദീൻ ശൈഖ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മുഹിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി റസൂലുള്ളാഹിനെ രക്ഷിച്ചു എന്നാ അവര് പറയുന്നത്. എന്നിട്ട് ഞാൻ വെറുതെ പറയല്ല, സമയത്ത് എന്താ സംഭവിച്ചെന്നറിയോ? കേട്ടോളൂ. സിദ്റത്തുൽ മുൻതഹ എന്ന സ്ഥലത്തിന്ന് സിനഹർ നബിയാർക്ക് യർമാനമായോവർ. സിദ്റത്തുൽ മുൻതഹ എന്ന സ്ഥലത്ത് നിന്ന് റസൂലുള്ള വീണപ്പോ അവിടെ കോണിയായി ഷോൾഡർ ഉപയോഗിച്ചു. ഉടനെ തന്നെ റസൂലുള്ളാഹിനെ രക്ഷപ്പെടുത്തിയത് കൊണ്ട് റസൂലുള്ള വരം കൊടുക്കുന്നു. ഹൈന്ദവ പുരാണങ്ങളിലൊക്കെ ഇതിഹാസ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇങ്ങനെ വരം കൊടുക്കാതെ നിനക്ക് ഞാൻ ചക്രം തന്നിരിക്കുന്നു, നിനക്ക് ഞാൻ അത് തന്നിരിക്കുന്നു ഒക്കെ പറഞ്ഞ് വരം കൊടുക്കുന്ന പോലെ മുഹിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി റസൂലുള്ള വരം കൊടുത്തു. എന്താ? ചുമന്ന് നബി താമേ ഖാബ ഖൗസൈനിലെ ചത്തി ബാരികത്തും ബാങ്കി തെളിന്തോവരി. മുഹിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി നബിയെ രക്ഷിച്ചത് കൊണ്ട് റസൂലുള്ള ഇതാ ഒരു വരം കൊടുക്കുകയാണ്. എന്താ വരം? കേട്ടോളൂ. എൻ പാദം നിന്റെ ചൂമലിൽ നീപത്തതാൽ എല്ലാ ഔലിയാക്ക് ഉള്ള പീരടി. മകനെ നിൻ കാലുണ്ട് ഇല്ലെങ്കിൽ അയ്യോർക്ക് വിലായത്തതില്ലെന്ന് നബിയുള്ളാഹിണ്ടോവരി. എന്നെ നീ ഷോൾഡർ വെച്ച് സഹായിച്ചത് കൊണ്ട് മോനെ ഇനി എല്ലാ ഔലിയാക്കന്മാരുടെ ചുമലിലും നിന്റെ ഒരു കാൽപാദമുണ്ടാകും. ആ കാൽപാദത്തിന്റെ ചിഹ്നമില്ലാത്തവൻ യഥാർത്ഥ വലിയല്ല. ജാറ വരുമാനത്തിന് വേണ്ടി, ഖബർ വ്യവസായത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സമയത്ത് പോലും അല്ലാഹു തആല ജൂത ക്രിസ്ത്യാനികളെ ശപിക്കട്ടെ, അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകള് ആരാധനാ കേന്ദ്രങ്ങളാക്കി എന്ന് റസൂലുള്ള പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടുന്ന് യാത്ര പോയെങ്കിൽ ആ റസൂലുള്ളാഹിന്റെ വസിയത്തിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ചാണിനപ്പുറം ഖബർ പൊക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാണിന്റെ മുകളിൽ ഖബർ പൊക്കിയിട്ട് അതിന്മ പുഷ്പം വിതറിയിട്ട് അതിന്മ തുണി വിതറിയിട്ട് നിലവിളക്ക് വെച്ചുകൊണ്ട് കുമ്മായം ഇട്ടുകൊണ്ട് ആ ഖബറിൽ കിടക്കുന്ന ആളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സാക്ഷാൽ വിഗ്രഹാരാധനയ്ക്ക് തുല്യമായ ഖബർ പൂജ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. യഥാർത്ഥ ഖബർ സിയാറത്ത് മരണചിന്ത ഉണ്ടാക്കാനാണ്, പരലോക ബോധം ഉണ്ടാകാനാണ്. മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുക്കൾക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. എന്നാൽ ആഗ്രഹ സഫലീകരണങ്ങൾക്ക് വേണ്ടി, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി, സാമ്പത്തികമായ രംഗം പൊട്ടിപ്പെടാൻ വേണ്ടിയിട്ട്, ശാരീരികമായ രോഗങ്ങളും വൈകല്യങ്ങളും മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെയെല്ലാം ജാരങ്ങളിലേക്ക് തെണ്ടി നടക്കുന്ന എന്റെ സഹോദരങ്ങളെ, അവിടെയെല്ലാം ഈ കറാമത്ത് കഥകൾ പ്രചരിപ്പിക്കുന്നത് ഇതുപോലെ വ്യാജമാണ്, ഇതുപോലെയുള്ള കള്ളങ്ങളാണ്. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള കരിഞ്ചന്തങ്ങൾ പുറത്തു കാണിക്കുമെന്ന് ഭയപ്പെട്ടത് കൊണ്ടാകാം ഓരോ ബുക്ക്ലെറ്റുകൾ SYSന്റെ ആദർശ സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയിടത്ത് ഒരുപാട് കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർ കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബഹുമാനനായ പണ്ഡിതൻ ഹുസൈൻ സലഫി നിങ്ങളുമായി സംബോധന ചെയ്യുമ്പോൾ ആ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യാത്രയുണ്ട്. ആ യാത്ര ഏറ്റവും നല്ല യാത്രയാകണം. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവേ, എല്ലാ ബാധ്യതകളും തീർത്ത ആത്മാവേ, നീ റബ്ബിന്റെ തൃപ്തി നേടിക്കൊണ്ട് അവന്റെ അടിമകളുടെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് നടന്നു എന്ന ആ വിളിയാളം കേട്ടുകൊണ്ടുള്ള നഫ്സു തയ്യിബിന്റെ മരണമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ആ മരണത്തിലൂടെ നാം കയറിപ്പോയാൽ ഇസ്രായേൽ നമുക്ക് ഔദുൽ കൗസർ കിട്ടും. 7 വിഭാഗം ആളുകൾക്ക് തണൽ കൊടുക്കുമ്പോ ആ തണലിൽ നമുക്ക് നിൽക്കാൻ സാധിക്കും. വലത്തെ കൈയിൽ ഗന്ധം വാങ്ങിക്കൊണ്ട് സിറാത്ത് പാലത്തിലൂടെ അതിശീഘ്രം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. എന്നാ വാപ്പകാരന്മാര് മനസ്സിലാക്കി പോകുന്നതില് അബദ്ധമായ വിശ്വാസങ്ങളും അന്ധമായ ചില ധാരണകളും അത് വസ്തുനിഷ്ഠമായി പരിശോധിക്കുമ്പോ പ്രമാണത്തിന് എതിരാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പ്രമാണം സ്വീകരിക്കാതെ ഞാൻ പിടിച്ച മുയലിന് 3 ചെവി എന്ന വാശിയോടുകൂടി മർക്കട മുട്ടിയോടുകൂടി
മുന്നോട്ട് പോവുകയാണെങ്കിൽ മരിക്കുമ്പോൾ വമ്പിച്ച അപകടമാണ്, വേദനാജനകമായ അന്തരീക്ഷമാണ്. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവൻ വിലപിച്ചുകൊണ്ട് ഒരു ചാണ് സൂര്യന്റെ ചുവട്ടിൽ കട്ടപ്പെട്ട് നിൽക്കേണ്ടി വരും. ഇടത്തെ കൈയിൽ ഗന്ധം കിട്ടുന്ന രംഗമുണ്ട്. ഹൗദുൽ കൗസർ അവന് വിലക്കപ്പെടുന്നതാണ്. പടച്ചവന്റെ തണൽ അവനില്ല. മാത്രമല്ല ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടൂ. ആ നരകത്തിയിൽ എരിയുമ്പോ കാലു അവർ പറയുകയാണ്, ലൗ കുന്നാ നസ്മഉ ഔ നഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഗീർ. അതാ നീ ഞങ്ങൾക്ക് നൽകിയ ബുദ്ധി ഉപയോഗിച്ച് ഞങ്ങൾ കാര്യങ്ങളൊന്ന് കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഈ നരകത്തിൽ ഞങ്ങൾ അകപ്പെടുകയില്ലല്ലോ. ഇത് നരകത്തിയിൽ വെച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് പടച്ചവൻ നൽകിയ ഹൃദയവും കണ്ണും കാതും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതൊരാളുടെ മുമ്പിൽ പണയം വെക്കാതെ അള്ളാഹു നൽകിയ അനുഗ്രഹം ഉപയോഗിച്ച് ചിന്തിക്കുക, സത്യദീനെ പൊയ്യാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല